മമിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തേഴിക്കൂല, മുറ്റം അടിക്കൂല, പല്ലും കൂടി തേക്കൂലെന്നേ. മമിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തേഴിക്കൂല, മുറ്റം അടിക്കൂല, പല്ലും കൂടി തേക്കൂലെന്നേ. മുറ്റമടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നുകൊണ്ടുറങ്ങും ശൈത്വാൻ. മുറ്റമടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നുകൊണ്ടുറങ്ങും ശൈത്വാൻ. തല്ലാനോ പാടില്ല, കൊല്ലാനോ പാടില്ല, മമിയുടെ മോളായി പോയി. ഉമ്മക്ക് തല്ലാനോ പാടില്ല, കൊല്ലാനോ പാടില്ല, മമിയുടെ മോളായി പോയി. മമിയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തേഴിക്കൂല, മുറ്റം അടിക്കൂല, പല്ലും കൂടി തേക്കൂലെന്നേ. ഉമ്മാനെ തല്ലാനായി ഒരു ദിവസം കുറ്റിച്ചൂലും കൊണ്ടോടിച്ചവൾ. ഉമ്മാനെ തല്ലാനായി ഒരു ദിവസം കുറ്റിച്ചോലും കൊണ്ടോടിച്ചവൾ. പറയാനോ പാടില്ല, മിണ്ടാനോ പാടില്ല, മമിയുടെ മോളായി പോയി. പറയാനോ പാടില്ല, മിണ്ടാനോ പാടില്ല, മമിയുടെ മോളായി പോയി. മമിയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തേഴിക്കൂല, മുറ്റം അടിക്കൂല, പല്ലും കൂടി തേക്കൂലെന്നേ. എത്ര പെണ്ണെനിക്കെഴുത്ത് തന്നതാ, എന്നെ കെട്ടണം പൊന്നാരിക്കാക്ക. എത്ര പെണ്ണെനിക്കെഴുത്ത് തന്നതാ, എന്നെ കെട്ടണം പൊന്നാരിക്കാക്ക. അന്നല്ല ഞാൻ ബാപ്പ പറഞ്ഞതോർത്തു നിനക്ക് മമിയുടെ മോളുണ്ടെന്ന്. അന്നെല്ലാം ഞാൻ ബാപ്പ പറഞ്ഞതോർത്തു എനിക്ക് മമിയുടെ മോളുണ്ടെന്ന്. മമിയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തേഴിക്കൂല, മുറ്റം അടിക്കൂല, പല്ലും കൂടി തേക്കൂലെന്നേ. മമിയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തേഴിക്കൂല, മുറ്റം അടിക്കൂല, പല്ലും കൂടി തേക്കൂലെന്നേ. എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടൊരു പാട്ടാണ്, ഇന്നും മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. ഇന്നിതുപോലെ ഒരു പാട്ടൊന്നും കേൾക്കാനില്ല. ഇതുപോലെ പഴയകാല കുറേ പാട്ടുകൾ ഓർമ്മയിലുണ്ട്. ഈ കോണുണ്ടല്ലോ, എല്ലാവരും പുഴുങ്ങി മുളകുപൊടി ഇട്ടാണ് കഴിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ. ഇത് പച്ചയ്ക്ക് ഇതുപോലെ തന്നെ അടർത്തി കഴിക്കാം. ശംഖുപുഷ്പം, ഇഷ്ടം പോലെ ശംഖുപുഷ്പം ഞങ്ങൾ വളരുന്നുണ്ട്. അതിൽ നിന്ന് ദിവസവും ഒരു 5 പൂക്കളെടുത്ത് ഒരാൾക്ക് അങ്ങനെ 10, 15, 20 പൂക്കളെടുത്ത് തിളപ്പിച്ച് ഇതുപോലെ ഗ്ലാസ്സിലാക്കി തിളച്ച വെള്ളം ഒഴിച്ച് തണുത്തതിന് ശേഷം വേറെ വെള്ളവും ഒഴിച്ച് ഒരു ഗ്ലാസ് കുടിക്കാവുന്നതാണ്. ഒരു കുഴപ്പവുമില്ല. നമ്മുടെ ശരീരത്തിൽ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും ഒക്കെ എല്ലാം വിഷാംശങ്ങളാണ്. അതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി, വിഷാംശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പടച്ചോൻ തന്ന ഒരു അനുഗ്രഹമാണ് ഈ ശംഖുപുഷ്പം, ഇതുപോലുള്ള ചെമ്പരത്തി. ഇതെല്ലാം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. തുളസി, അതുപോലെ ഒരുപാട് കളറുള്ള പൂക്കളും ഇലകളും ഒക്കെ ഉണ്ട്. ഒരു ചോദ്യം ചോദിക്കാം, കഴിക്കാൻ പറ്റുന്ന നിറം ഏതാണ്? ഒരു ഫ്രൂട്ട്സിൻ്റെ പേരാണത്. അത് കഴിക്കാൻ പറ്റും, പക്ഷെ അതിൻ്റെ കളർ ഒരു നിറത്തിൻ്റെ പേരാണ്. അതിൻ്റെ പേര് ഒരു നിറത്തിൻ്റെ പേരാണ്. ഈ പാട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ, ഈ ഫ്രൂട്ട്സിൻ്റെ പേരും പറയൂ. ഇനി ഇതുപോലെ ആരും കേൾക്കാത്ത പുതിയ പാട്ടുമായിട്ട് വരാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട പാട്ടുകളാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട്. ഇത് യൂട്യൂബിലൊന്നും അടച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ ഈ ഗ്ലാസ് കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ വിൽക്കാൻ വച്ചിരിക്കുന്ന ഗ്ലാസ്സുകളാണ്. ഇതിൽ ഒരുപാട് സ്റ്റോക്കുണ്ട്. ആവശ്യക്കാർക്ക് സൗജന്യമായിട്ടും